ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായി എടുത്തത് ഞാൻ 1.5 മുറി ബീട്രൂട്ടാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തത്. വളരെ തിന്നായിട്ടാണ് ഇതുപോലെ ആണ് അരിഞ്ഞെടുക്കുന്നത്. ഏത് സൈസിൽ ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം എന്നില്ല കേട്ടോ. ഇത് പിന്നെ നടുകെ വളർന്നിട്ട് പിന്നെയും 4ആയി കഷ്ണിച്ചിട്ട് അങ്ങനെയും തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തതാണ് 10 വെളുത്തുള്ളി അല്ലി, അത് നടുകെ കീറിയത്, ഒരു വലിയ പച്ചമുളക് അത് നടുകെ കീറിയിട്ടുണ്ട്, പിന്നെ ഒരു വലിയ സവാള വേണം. അത് ഈ ഒരു രീതിയിൽ തന്നെ വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ തക്കാളി കൂടി സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഈ തക്കാളിയുടെ പുളി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ തക്കാളിയുടെ പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ ചട്ടിയിലാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് ഈ ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായെന്ന് പറയാൻ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ നടുകെ പിളർന്ന് വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് അധികം നിറം മാറണ്ട, എന്നാലും കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തൊടയണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയുടെ പുളി ഇഷ്ടമല്ലാത്തവർക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം അധികം ഇല്ല. അപ്പോൾ അതിൻ്റെ നിറം മാറും. അപ്പോൾ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ട് അതിൽ വളരെ കുറച്ചായിട്ട് എടുത്തിന് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഈ വളരെ തിന്നായിട്ട് എരിഞ്ഞു വെച്ച ബീട്രൂട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ബീട്രൂട്ട് ഇട്ടിട്ട് എല്ലാം ഞാൻ ഇന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ചട്ടി ആയതുകൊണ്ട് തന്നെ ചില സമയം ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ബീട്രൂട്ടിന് ചെറിയ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ നമ്മൾക്ക് എന്താ പറയുക, ഒരുപാട് അധികം ഉപ്പായി പോകും. നമുക്ക് പിന്നെ ഈ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റേ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഉണ്ടല്ലോ അതിൽ, അപ്പോൾ അതിലൊന്ന് മിക്സ് ആയിക്കോളും. നമ്മൾക്കിത് ജസ്റ്റ് ഒന്ന് ചട്ടി നന്നായി ഒന്ന് ചൂടാവാൻ വെക്കാം. അപ്പോൾ ബീട്രൂട്ടെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന്
ചൂട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ വേവിച്ചെടുക്കാം. കാരണം ബീട്രൂട്ടിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഒരുപാട് തീയിലിട്ടിട്ട് പെട്ടെന്ന് നമ്മൾ കത്തിച്ച് കൊടുത്താൽ തീയിട്ട് കൊടുത്താൽ അപ്പോൾ ബീട്രൂട്ട് ഒന്നും വേവാതെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ വളരെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചട്ടി ആയതുകൊണ്ട് തന്നെ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ഞാൻ ചട്ടി ആയതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി റെഡിയായെന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കൊന്ന് തീ കൂട്ടി വെക്കാമേ. തീ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ ആ ജലാംശം ഒരുപാടൊന്നുമില്ല, ഇച്ചിരി ഉള്ളത് നമ്മൾക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെക്കുന്ന സമയത്ത് ചട്ടി കരിയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 1 മിനിറ്റ് നേരം തീ കൂട്ടി വെച്ചിട്ട് അതിലത്തെ ജലാംശം ഉള്ളത് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും രുചികരമായ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ആ തക്കാളി ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ചെറിയ വലിയ പുളിയൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും തക്കാളി ഇട്ടതിൻ്റെ ആ രുചി നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.